ഹലോ ഗൈസ്, ഈ ഒരു സഹോദരി ഈ വീഡിയോയിലൂടെ പറയുന്ന ചില വിഷയങ്ങൾ നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം, കേൾക്കണം. അഹ്ലുസുന്ന വൽ ജമാഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഫോളോ ചെയ്യുന്ന ആളുകളെയാണ് ഈ പേര് പറയുന്നത്. പക്ഷെ നമുക്ക് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയാലോ. ഖുർആനും സുന്നയും ഫോളോ ചെയ്യുന്നവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ ചെയ്തിരുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുന്നത്, തൗഹീദിൽ ഉറച്ചു നിൽക്കുന്നവർ, ബിദായും ശിർക്കും ചെയ്യാത്തവർ, എവിഡൻസ് നോക്കി ഫോളോ ചെയ്യുന്ന ആളുകളെയാണ് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറയാം. ഇപ്പൊ കുറെ പേര് ഞാൻ അഹ്ലുസുന്നയുടെ ഭാഗമാണെന്ന് പറയുന്നുണ്ട്, പക്ഷെ അത് അവരെ പ്രവൃത്തിയിൽ ഉണ്ടാവില്ല. മെയിൻ ആയിട്ട് ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ അഹ്ലുസുന്നയുടെ ഭാഗം അല്ല. സുന്നത്ത് ജമാഅത്ത് ആരാണ് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വളരെ വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇബ്നു മാജ റഹിമഹുല്ലാഹ് അവിടുത്തെ സുനൻ ഇബ്നു മാജയിലും അബുല്ലൈസ് സമർഖന്ദി റഹിമഹുല്ലാഹ് അവിടുത്തെ തംബീഉൽ ഗാഫിലിനിൽ ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ സമുദായം 73 വിഭാഗമാകുമെന്നും അതിൽ എല്ലാം നരകത്തിലാണെന്നും ഒന്ന് മാത്രം സ്വർഗത്തിലാണെന്ന് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്, നബി ഏതാണ് സ്വർഗത്തിൽ പോകുന്ന വിഭാഗം? നബി തങ്ങൾ പറഞ്ഞു, അഹ്ലുസുന്നത്തി വൽ ജമാഅ. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, മാ അന അലൈഹി വസ്ഹാബി, ഞാനും സ്വഹാബത്തും ഇമാമികളും പറഞ്ഞ വിഷയങ്ങളെ ആരാണ് ഫോളോ ചെയ്യുന്നത്, തുടരുന്നത്, അവരാണ് സുന്നത്ത് ജമാഅത്ത്. എന്നാകുമ്പോൾ ഈ സഹോദരി വീഡിയോയിലൂടെ പറഞ്ഞത് മുഴുവനായും തെറ്റാണ്. എന്നിട്ട് ആ സഹോദരി ഒരു ടെക്സ്റ്റിലൂടെ 3 വിഷയങ്ങളുള്ള ഒരു സുന്നത്ത് ജമാഅത്ത് ആവുകയില്ലെന്ന് പറഞ്ഞു. മരിച്ചവരോട് സഹായം ചോദിക്കുക, നബിദിനം ആഘോഷിക്കുക, ഏലസ് കെട്ടുക. എന്നാൽ സഹോദരിയോട് പറയാനുള്ളത്, മറ്റു തെറ്റിദ്ധരിച്ചു പോയ മുഅ്മിനീങ്ങളോട് പറയാനുള്ളത്, മരിച്ചവരോട് സഹായം ചോദിക്കുക, നബിദിനം ആഘോഷിക്കുക, അതുപോലെ തന്നെ ഏലസ് കെട്ടുക എന്നുള്ളത് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളായ വിശുദ്ധ ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അതുകൊണ്ട് സത്യം മനസ്സിലാക്കുക.